നാളെ എന്ത് കറി ഉണ്ടാക്കും എന്നാണോ ചിന്ത? എങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് ഇതാ ഒരു 1/2 കിലോ ഞണ്ട് മതി, അത് വാങ്ങിച്ചിട്ട് വന്നോളൂ. ചപ്പാത്തിക്കാണെങ്കിലും ഇനി ഉച്ചത്തെ ചോറിനാണെങ്കിലും സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ ഞാൻ സവോള ഇവിടെ 4 എണ്ണം വലുതെടുത്തിട്ടുണ്ട്, കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചെറിയുള്ളി കണ്ടില്ലേ, എനിക്ക് ചെറിയുള്ളി കുറച്ച് അധികം ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 8 വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 6 എണ്ണം, അത് വലുതാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നല്ല എരിവുള്ളത് 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. ഞണ്ട് നന്നായി കഴുകി മുറിച്ചെടുത്തിട്ട് ഇതാ ഉപ്പും മഞ്ഞളും ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഞാനിതാ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയിൽ ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ഞണ്ട് വേവിക്കാൻ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ട് വറക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ. അതിലോട്ട് ഇതാ കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവോളയൊക്കെ വഴറ്റി വെച്ചതിലേക്ക് ഞാൻ ഈ ഞണ്ട് കറി ഒഴിക്കാൻ പോവാണ്. ഞണ്ട് കറിയുടെ ഗ്രേവിയാണ് കേട്ടോ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഉപ്പ് മുളക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഞണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി സവോളയൊക്കെ വഴറ്റി ഈ മസാല നേരെ ഞണ്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതാ ഈ പാത്രത്തിൽ ഇച്ചിരി ചൂടുവെള്ളം, നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഞണ്ട് കറിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ തേങ്ങ വറുത്തതൊക്കെ നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചത് നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. അതിനുശേഷം ഇതൊന്ന് കടുകിട്ട് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറിന് കഴിച്ചു, പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചപ്പാത്തിക്ക് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ. താങ്ക് യു.